ഹായ് ഗായ്സ്, ഞാനിങ്ങനെ വീട്ടിൽ നിൽക്കുമായിരുന്നേ. അപ്പോൾ ഞാൻ ചെറിയ ഒരു സാധനം ഉണ്ടാക്കാം, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാനിപ്പോൾ എന്തുകൊണ്ട് ഷർട്ട് ഇട്ടിട്ടില്ല എന്ന് വേണമെന്ന് ആൾക്കാർ ചോദിക്കും. ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു വ്ളോഗ് എടുത്ത സമയത്ത്, വ്ളോഗല്ല ആക്ച്വലി ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നേ. ആ ഷോർട്ട് വീഡിയോക്കകത്ത് ഇങ്ങനെ കമൻറ്റിൽ ആദ്യം കണ്ടിരുന്നു സിജു ഇപ്പോൾ ജിമ്മിലൊന്നും പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഫുഡും ഈ വ്ളോഗും ഒക്കെ ജിം റിലേറ്റഡ് ആണ്. ബിക്കോസ് ഞാനിപ്പോൾ എൻ്റെ ജിം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ ഒരു മാസമായി ജിം റീസ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഡയറ്റിലാണ് ഇപ്പോൾ ആക്ച്വലി. അപ്പോൾ ഒരു ഡയറ്റ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും പ്രയോജനം ഉണ്ടാകട്ടെ. ആ ഫുഡ് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോഴത്തെ ബോഡി കണ്ടീഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഒരു 4 മാസം കണ്ടിന്യൂസ്ലി വർക്കൗട്ടിലായിരിക്കും, ഡയറ്റിലായിരിക്കും. അപ്പം എൻ്റെ ബോഡി എന്തുമാത്രം ട്രാൻസ്ഫോം ആകും എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഷട്ടില്ലാത്ത വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ വന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ബോഡി എന്തുമാത്രം ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. ലാസ്റ്റ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ട സമയത്തുള്ള എൻ്റെ ബോഡി കണ്ടീഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെയൊക്കെ കുമ്പയൊക്കെ ചാടി, കുറച്ചുകൂടെയൊക്കെ ഒരു മസ്കുലർ അല്ലാത്ത രീതിയിലായിരുന്നു. ഇപ്പോഴും വയറുണ്ട് കേട്ടോ. ഇപ്പം ആക്ച്വലി ഇപ്പോഴും ഞാൻ പറഞ്ഞ ഒരു മാസം കറക്റ്റ് ഇപ്പോൾ ഒരു മാസം ആയിട്ടുള്ള ഞാൻ ജിമ്മിലേക്ക് ഒന്ന് റീസ്റ്റാർട്ട് ഇപ്പോൾ ചെയ്തിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ബോഡിയൊക്കെ സെറ്റാക്കി എടുക്കാനായിട്ടുള്ള കുറച്ച് സമയം വേണം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ പറഞ്ഞില്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ള ചിക്കൻ റോളാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നമ്മൾ കുറച്ച് വെജീസ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ എഗ്ഗ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ചിക്കൻ വരുന്നുണ്ട്. ഇത്ര സാധനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ ചപ്പാത്തി വേണം കേട്ടോ. പച്ചു പൂട്ടിപ്പോൾ ചപ്പാത്തി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുട്ട വേണം. അപ്പോൾ മുട്ട ഇപ്പോൾ നമ്മൾ പുഴുങ്ങാനായിട്ട് മുട്ട ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 മുട്ടയാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഈ 2 മുട്ട ഇപ്പോൾ പുഴുങ്ങാനിടും. എന്നിട്ട് ചിക്കൻ കഴുകിയിട്ട് ചിക്കൻ ജസ്റ്റ് ഒന്ന് ഒലീവ് ഓയിലിൽ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കും, ചെറിയ മസാലയൊക്കെ ചേർത്തിട്ട്. ഓൾറെഡി കഴുകി ചിക്കൻ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് കഴുകി ഒഴിവാക്കുന്നില്ല. നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് ഗായ്സ്. ഇത് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ആക്ച്വലി ഈ ചിക്കൻ്റെ മസാല എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല. ലേശം മുളക് പൊടി, ഓക്കെ, ലേശം മുളക് പൊടി ഇടുന്നുണ്ട്. കുരുമുളക് പൊടിയും ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ചെറുതായിട്ട് മസാല, ഒരു ഗരം മസാല ലേശം ഒരു ഫ്ലേവർ വേണ്ടി അതിടുന്നുണ്ട്. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിത് കണ്ടതേ, ഇത് നേരെ ഈ മസാല എല്ലാം കൂടെ ഇങ്ങനെ ഇളക്കി പിടിപ്പിക്കും. എന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മൾ നേരെ എന്ത് ചെയ്യും, കുറച്ച് ഓയിലൊക്കെ മാക്സിമം നമ്മൾ ഇതിനകത്ത് കുറച്ച് ഉണ്ടാക്കണം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒലിവ് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് മസാല ചേർക്കുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒരുപാട് ഓയിൽ നമ്മളൊന്നും ചേർത്തിട്ടില്ല. കുക്കറിനെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മസാല ഇങ്ങനെ റെഡി വെച്ചിട്ടുണ്ട്. ഉപ്പുണ്ടോ നോക്കാവോ? നക്കിക്കാം, അവളെ നക്കിക്കട്ടെ. ഉണ്ടല്ലോ, അച്ഛനെ കൂടെ നക്കിയിട്ട് ഉപ്പ് നോക്കിച്ചിട്ടുണ്ട്. സോ ഇനി നമ്മൾ നേരെ ഇത് ഫ്രൈ ചെയ്തെടുക്കട്ടെ. പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലേശം ഒലിവ് ഓയിൽ നമ്മൾ അതിനകത്ത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നു ഗൈസ്. എന്നിട്ട് ചിക്കൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കും, ഒരുപാട് സമയം എടുക്കില്ല. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് കഴിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമുക്ക് ഒരു പരിപാടിയില്ല. ചിക്കൻ ഫ്രൈ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ എളുപ്പം. പിന്നെ ഈ മുട്ട നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി അറിയോ? ഈ മുട്ടക്കകത്ത് 2 മുട്ട ഞാൻ കണക്ക് പറഞ്ഞുതരാം. 2 മുട്ടയാണെങ്കിൽ നിങ്ങൾ 4 വെളുത്തുള്ളി എടുക്കുക, 4 ഉണക്കമുളക് എടുക്കുക, ഓക്കെ, കുറച്ച് ഉപ്പ് ചേർക്കുക, വെള്ളം കുറച്ച് ചേർക്കുക. എന്നിട്ട് അതൊരു മയോ പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ മയോ പോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കഴിഞ്ഞ ദിവസം സിട്രസ് വാങ്ങിച്ചു വെച്ചില്ലേ? അത് നമുക്കൊന്ന് ചെയ്യണം. വെജീസ് ഓക്കെ, ഇത് മുളകല്ല, ഇത് പിടിച്ച് ഡേറ്റ്സ്, അതെ, ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ക്യാരറ്റ് വേണം. പിന്നെ നമ്മുടെ വെള്ളരിക്ക, കുക്കുംബർ വേണം. പിന്നെ നമ്മുടെ മെയിൻ സാധനം ലെറ്റ്യൂസ്. ഞാൻ വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്ത് വെച്ചില്ലേ? നമ്മുടെ ചിക്കൻ കാണിച്ചു കൊടുത്തേ, കണ്ടോ? വളരെ പെട്ടെന്ന് തന്നെ മതി, ഉണ്ടോ? ഒരു നിമിഷം നേരം കൊണ്ട് നമ്മുടെ ചിക്കൻ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടതേ, നമ്മൾ കുറച്ച് വെജീസ് എടുത്തിട്ടുണ്ട്. ഈ വെജീസ് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത്, എങ്ങനെയുള്ള ഇഷ്ടമുള്ളത് ചേർക്കാം. വേണം കുനുകുന ചേർക്കണേ, വേണം കുനുകുന ചേർക്കാം. നീളത്തിൽ വേണ്ടവർക്ക് നീളത്തിൽ ചേർക്കാം, വട്ടത്തിൽ വേണ്ടവർക്ക് വട്ടത്തിൽ ചേർക്കാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്. വെജീസ് എന്ത് വേണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് നമ്മുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് നമ്മൾ മിക്സിക്കകത്തിൽ അടിക്കാനുള്ള മുട്ടയാണ്.
അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല. കണ്ട മുട്ടയുടെ തോടി ഇങ്ങനെ 2 എണ്ണം, വെറും 2 എണ്ണത്തിന് മാത്രം. 2 ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തി എണ്ണം കൂടാൻ കേട്ടോ. മയോ അപ്പോൾ കുറച്ചാൽ മതി. 2 മുട്ട നമ്മൾ അതിനകത്തിട്ട് വേണ്ട 2 മുട്ട അതിനകത്തിലിടുന്നു. നമ്മളിതേ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 4 വെളുത്തുള്ളി മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ചോ 5 എണ്ണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 6. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വറ്റൽമുളകാണ്. വറ്റൽമുളക് 2 4 എണ്ണം. ഓക്കെ, ശേഷം വെള്ളം നമ്മൾ ഇതിനകത്തോട്ട് ഇത്തിരി ഒരുപാടൊന്നും വേണ്ട, ഇത്തിരി ടേസ്റ്റ് കൊടുക്കും. ടേസ്റ്റ് ഉപ്പുണ്ടാവും. കണ്ടോ, ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ചുകൂടെ വെള്ളമൊഴിച്ച്, അതായത് നമ്മളൊരു മയോ കഴിക്കത്തില്ലേ, കടയിൽ നിന്ന് വെച്ചൊരു മയോണൈസ് വാങ്ങിച്ച് കഴിക്കത്തില്ലേ, ഓൾമോസ്റ്റ് അത്ര സ്മൂത്ത് ആയിരിക്കുന്ന അത്ര നല്ല കാര്യം. കണ്ടല്ലോ, പക്ക ഒരു നമ്മൾ ഉദ്ദേശിച്ച ടെക്സ്ചറിലേക്ക് നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഉപ്പുണ്ടോ നോക്കിയേ, ഉപ്പുണ്ടോ? എനിക്കറിയാൻ പറ്റുന്നില്ല, എരിവ് മാത്രം. ഉപ്പില്ലേ? എനിക്ക് ഒന്നുകൂടെ നോക്കട്ടെ. എനിക്ക് എരിവ് മാത്രം. ഉപ്പ് വേണോ? എനിക്ക് ഉപ്പിട്ട് എനിക്ക് ഉപ്പ് ചേർക്കാൻ ഭയങ്കര ഒരു കറക്റ്റല്ല എൻ്റെ ഉപ്പ് ചേർക്കൽ. ഒന്നും അടിക്കാൻ ഉപ്പ് ചേർത്തിട്ടെ. ഒരുപാട് എരിവില്ലല്ലോ. അത് ഈ പച്ചക്കറിയൊക്കെ വരുമ്പോഴത്തേക്ക് അതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ലാസ്റ്റ് നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് വറ്റൽമുളകല്ലേ, കാശ്മീരി അല്ലല്ലോ, അതുകൊണ്ടാണ്. ഇത് നമ്മുടെ ഫൈനൽ പരിപാടി. നമ്മൾ ഒരു ചപ്പാത്തി പാൻ വെക്കുന്നു. നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തിയാണ്. റെഡിമെയ്ഡ് ചപ്പാത്തി വേണം നിർബന്ധമൊന്നുമില്ല, വീട്ടിലെ ചപ്പാത്തിയിലും മതി ഗൈസ്. കുറച്ച് വലിപ്പമുള്ള ചപ്പാത്തി ആയിരിക്കണം. വലിപ്പമുള്ള ചപ്പാത്തി ആണെങ്കിൽ ഇത്തിരി റോൾ ചെയ്യാനും എളുപ്പമായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ നേരെ വെക്കുക. അപ്പൊ നമ്മൾ പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്കും ലെറ്റ്യൂസ് പോലെ ഇരിക്കുന്ന ആ സാധനം വിശ്വാസം അല്ല, തെറ്റി. ഇത് ലെറ്റ്യൂസ് അല്ല, ലെറ്റ്യൂസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ 2 കട നോക്കിയിട്ട് ലെറ്റ്യൂസ് കിട്ടാഞ്ഞപ്പോ അച്ഛനെ പറ്റിക്കത് എളുപ്പം. ഇതിന്റെ പേരെന്താ? ഇതെന്തോ എന്റെ അമ്മ കുറെ കുക്കർ ഉണ്ടായിരുന്നു, അത് ചരിയിരുന്നു എന്റെ കുണ്ടി. എന്തോ ഒരു എന്തായിരുന്നു ഞാൻ പേര് ഞാൻ മറന്നുപോയി. വെറൈറ്റി പേരായിരുന്നു. നമ്മളിതേ ഒരു ചപ്പാത്തി എടുക്കുന്നു. നേരിട്ട് നമ്മുടെ ചപ്പാത്തി എടുത്ത് വെക്കുന്നു. ഇതിന്റെ നടുക്കൊരു ഊട്ടമാണ് ഗൈസ്. എണ്ണ തൂത്തല്ലേ? അടുക്ക് ഞെക്കിയത് എല്ലായിടത്തും പൊങ്ങും. അത് കണ്ട നെക്ക്, അപ്പൊ എല്ലായിടത്തോട്ടും പൊങ്ങും. കുറച്ചുകൂടെ ഒന്ന് മൂത്തോട്ടെ. അത് മതി, ഒത്തിരി ആക്കണ്ട. എന്നാ പച്ച കഴിച്ചിവിടെ. പച്ചക്കല്ല, എന്നാലും കരിഞ്ഞു പോകാൻ പാടില്ല. ഒന്നുകൂടെ ഒന്ന് വേവിക്കട്ടാ. വലിയ അതില്ലല്ലേ, ഐഡിയ ഇല്ലല്ലേ? ഇല്ലടാ, അത് മതി. ഒരുപാട് വേവിച്ചിട്ട് അതിന്റെ ഒരു സംഭവം ടേസ്റ്റ് മതി. മാവിന്റെ ടേസ്റ്റ് അങ്ങ് പോയാലോ? 2 മതിയോ? കഴിഞ്ഞോ? ഇനി നമ്മൾ നമ്മുടെ റോളാക്കി കഴിക്കുക എന്നുള്ള ഒറ്റ കർത്തവ്യം മാത്രമേ നമുക്കുള്ളൂ. ഇത് നേരെ ഇങ്ങനെ എടുക്കുക, ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. പ്ലേറ്റിൽ ആക്ച്വലി വേണ്ടത് നമുക്കൊരു ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ബട്ടർ പേപ്പർ വെക്കുക എന്നുള്ളതാണ്. സ്പൂൺ എടുത്ത് അതിന് നടുക്കോട്ട് നമ്മുടെ മയോ അങ്ങ് ഫില്ല് ചെയ്ത് വെക്കും. ഫില്ല് ചെയ്യും. ഇതിനകത്തേക്ക് കുറച്ച് വെജീസിങ് വെച്ച് കൊടുക്കും. കണ്ടോ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ് ഗൈസ്. മിക്സ് ആക്കി വെച്ച് അതിന്റെ ടേസ്റ്റ് വേറെ. മിക്സ് ആക്കി വെക്കാൻ അയ്യോ, എന്താണ് ഒരു കാര്യം മറന്നു. എന്താണാവോ? മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. ചിക്കൻ വെക്കാൻ പറഞ്ഞോ? എവിടെ ഇരിപ്പുണ്ട്? അതല്ലേ കുറച്ച് മുന്നേ ഞാൻ കുറെ നേരം ചോദിച്ചോണ്ട് ലെറ്റ്യൂസ് മുറിച്ചോ, ലെറ്റ്യൂസും എല്ലാം വെച്ചിട്ട് ഇവിടെ മുറിച്ചിട്ടിരിക്കുന്നു. ലെറ്റ്യൂസ് മുറിക്കണ്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല. കഴിക്കുമ്പോ എല്ലാം കൂടെ ഒന്നിച്ച് വായിച്ചെന്നോളൂ. ഇത് നമ്മള് അമ്മയ്ക്കൊന്നും പറയാനില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് കാണും, അതുകൊണ്ട് കുഴപ്പമില്ല. അത് വെച്ചിട്ട് അതിന്റെ മുകളിലോട്ട് നമ്മൾ
എന്തിട്ടി അല്ല ഫ്രീസറിൽ ഇരിക്കുന്ന വെച്ച് വല്ലതും ചെയ്യണക്കുമായിരുന്നു. ആ ശരി കുറച്ചുകൂടെ എടുത്തോ ഞാന് കുറച്ച് ശരിയാ. ഈ വലിയ റാപ്പിനകത്ത് ലെറ്റ്യൂസ് ഇടുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അതെ. ചിക്കനും നമ്മൾ ചിക്കൻ വെച്ചു. ഈ ചിക്കൻ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ മുകളിലോട്ട് വീണ്ടും വീണ്ടും കുറച്ച്, കാരണം ഇത് ഹെൽത്തി ആണ് ഈ സാധനം, മുട്ടയല്ലേ, സോറി, നമ്മളിങ്ങനെ ഇടും. ഓക്കെ, എന്നിട്ട് ഇത് കണ്ടല്ലോ ഞാൻ പറഞ്ഞത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ പറഞ്ഞ കാര്യം. ഇത് കണ്ടോ, ഇതിങ്ങനെ നമ്മൾ നേരെ മടക്കി റോളായിട്ട് നമ്മൾ വായിലേക്ക് അങ്ങോട്ട് കുത്തി കയറ്റി കഴിക്കും. ഇത്രയുള്ള പരിപാടി. അയ്യോ കുറച്ചുകൂടെ വലിയതായിരുന്നെങ്കിൽ. വലിയതല്ലാതെ ഒട്ടിരിക്കും അല്ലേ? ഒട്ടിയിരുന്നോളൂ. ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഹൈ പ്രോട്ടീൻ ആണേ, ലോ കാലറി ആണ്. ലെറ്റ്യൂസിന്റെ ടേസ്റ്റ് ആ മയോടെ ടേസ്റ്റ് ഒക്കെ ഭയങ്കര എരിവുണ്ട് കേട്ടോ, സത്യം. അതെ, ഞാൻ പറഞ്ഞ അത്രയും ഇത് വേണ്ടായിരുന്നു. ഉപ്പുണ്ടോ? ഞാൻ സംബന്ധിച്ച് കഴിച്ചില്ലായിരുന്നു ഇത് അല്ലേ, പക്ഷെ ഇതിപ്പം എരിവുണ്ടമ്മേ. അമ്മ ടേസ്റ്റ് ചെയ്താണോ? ഇപ്പൊ ഉണ്ടാക്കിയത് ഞാനും കൊച്ചുമോളും കൂടെ ഉണ്ടാക്കിയത്. എനിക്ക് തോന്നുന്നു ഉപ്പുണ്ടോ? ഉപ്പില്ലേ? ഭയങ്കര അമ്മേ, പച്ചമുളക് ഇട്ട് എത്ര എണ്ണം? 3-4 കാശ്മീരി അല്ലല്ലോ, ഭയങ്കര എരിവാ. ഭയങ്കര എരിവാ. ഞാൻ ജസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കിയതാണ്. അയ്യോ അത്രയൊന്നും കഴിക്കരുത് എരിവ്. പക്ഷെ ഇത് ഹെവിയാ അല്ലേ? ഒരെണ്ണം തന്നെ ഹെവിയാണ് മഷ്പ്. നല്ല രസമുണ്ട്. അച്ഛനെ കഴിക്കാൻ പറ്റത്തില്ല. അതുണ്ടാക്കത്തില്ല, അതാണ് ഒരു പ്രത്യേക കഴിവാണ്. ഇനി അപ്പച്ചിക്കും കൊച്ചുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അച്ഛന് നോമ്പ് വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? നിങ്ങളെ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് എരിവ് കുറയ്ക്കണമെന്നാണ്? അല്ല, നിങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇത് ഭയങ്കര ഹെൽത്തി ആണ്, പ്രോട്ടീൻ ആണ്, പിന്നെ സിമ്പിൾ ആണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. ഒത്തിരി ഐറ്റം ഒന്നും വീട്ടിലില്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടയും ചിക്കനോ, ഇച്ചിരി ചിക്കൻ അധികമൊന്നും വേണ്ട, ഇച്ചിരി മതി. മുട്ട ഇപ്പൊ വാങ്ങിച്ചു. അതെ, ഈവൻ അച്ഛൻ ഈ 2 മുട്ട പുഴുങ്ങിയത് കൊടുത്തിരുന്നു, ഇതിപ്പം കഴിക്കത്തില്ല. ഇങ്ങനെ കഴിയാതെ ഓക്കെ കഴിച്ചു. അല്ലെങ്കിൽ ഒന്ന് കഴിക്കുന്നു, പിന്നെ 1/2 മണിക്കൂർ 3 മണിക്കൂറും കഴിഞ്ഞിട്ടാ അടുത്ത കഴിക്കുന്നത്. അതെ അതെ, നല്ലതാ. മെയിൻലി നിങ്ങളുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ നൈറ്റ് കിടക്കുമ്പോഴത്തേക്കും ഒരു 7-8 മണിയാകുമ്പോൾ കഴിച്ചിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, 7-8 മണിയാകുമ്പോൾ കഴിച്ചിട്ട് 10 മണിയാകുമ്പോൾ കിടക്കുന്നുണ്ടെങ്കിൽ നല്ല. പിന്നത്തേക്ക് വിശക്കില്ലല്ലോ, വിശക്കില്ല. ഓക്കെ, ബൈ.